നവകേരള സദസ് എന്ന യാത്ര അവസാനിച്ചു. 140 മണ്ഡലങ്ങളിൽ രക്ഷാപ്രവർത്തനവും തൽക്കാലം അവസാനിച്ചു. ഇനി പ്രതിഷേധങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജനത്തിന് എന്താണ് ഈ 140 മണ്ഡലങ്ങളിലൂടെയുള്ള യാത്രയിൽ നിന്നുള്ള പ്രയോജനം കിട്ടിയത്? 45 ദിവസമാകുമ്പോൾ ഇനി എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആദ്യത്തെ കാസർഗോഡ് ജില്ലയുടെ തീർച്ചയായിട്ടും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. 10% അപ്പുറം പോയിട്ടില്ല ഇതുവരെ. 4% മലപ്പുറത്തെ കണക്കെന്നാണ് പറയുന്നത്. നമുക്ക് അതിന് കണക്കുകളുമായി വീണ്ടും ഒരിക്കൽ കൂടി വരാം. മെയിൻ എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. വോട്ട് വായിച്ചില്ല. പ്രതിഷേധം കലാപാഹ്വാനമോ എന്ന ചോദ്യത്തിന്റെ വോട്ട് യെസ് എന്ന് വൺ. ഞാൻ കലാപാഹ്വാനം അല്ല, കലാപാഹ്വാനം അല്ല. ഏതാണ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞ കക്ഷിയാ? വോട്ട് ചെയ്യാൻ അറിയാത്തതാണ് കലാപാഹ്വാനമോ കലാപാഹ്വാനമല്ല അല്ല അല്ല കലാപാഹ്വാനമാണെന്നാണ് എന്റെ അഭിപ്രായം. എന്റെ അഭിപ്രായം. അവിടെ പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു പറഞ്ഞാൽ കലാപാഹ്വാനം അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചോരച്ചാലുകൾ പറയുന്നത് കലാപാഹ്വാനമാവുമല്ലോ. ഇതൊക്കെ വിളിച്ചിട്ടുള്ള അങ്ങനെയല്ല, നിങ്ങൾ ഇട്ടാൽ ബർമുഡ, ഞങ്ങൾ ഇട്ടാൽ വള്ളിക്കളഫ്. അതൊക്കെ പിന്നെ തമാശ. ഞാൻ പറയുന്നത് കലാപാഹ്വാനമാണോ എന്ന്. എന്റെ വോട്ട് എനിക്ക് വിടുന്നേ. അല്ല, വോട്ട് വിടാം, പക്ഷേ വോട്ട് ചെയ്തോട്ടെ, പക്ഷെ എന്തിനാണ് ആശങ്കപ്പെട്ടത്? ഞാൻ ആശങ്കപ്പെട്ടില്ല. നിങ്ങൾ കൺഫ്യൂസ് ചെയ്യപ്പോ ഞാൻ ആശങ്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. തന്നെയാണ് ഉദ്ദേശിച്ചത്. നമുക്ക് കലാപാഹ്വാനമോ എന്ന ചോദ്യത്തിന് കലാപാഹ്വാനമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ പോയി പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന് പറഞ്ഞാൽ പോലീസ് 150 പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതിഷേധം കത്തും അന്ത്യകൂദാശ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെ if someone intentionally provokes another person in a way that may lead to a riot, they can be punished with that may lead to 1 year in jail, a fine, or both if a riot occurs. And if a riot occurs, 6 months in jail, fine. If a riot occurs leading to riot, 153. ഈ രണ്ടും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഈ പറയുന്ന കലാപം ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊരു പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷൻ കത്തിക്കുന്നു പറഞ്ഞാൽ പിന്നെ വേറെ ഏത് കേസ് എടുക്കും? കലാപാഹ്വാനാണ്. കലാപം ഇല്ല. ഇത് കലാപല്ല. വേറെ നോക്കൂ, അവര് സമാധാനത്തോടു കൂടി നിങ്ങൾക്ക് കുത്തിയിരിക്കലായി, സമാധാനം, പിന്നെ പാലും വെള്ളമായി. അതവിടെ നിൽക്കട്ടെ. ഇല്ലല്ല, അരുൺ നേരത്തെ പറഞ്ഞ എന്താണ്? കലാപമാണ്, കത്തിയില്ലല്ലോ എന്നല്ലേ? കലാപാഹ്വാനമാണിത്. നിങ്ങൾക്ക് റൈറ്റിന് വേറെ നിൽക്കുന്നത് എങ്ങനെയാണ് സാർ? പിന്നെ ഒരു പോലീസ് ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മുഹമ്മദ് ഷിയാസ് അവിടെ പോലീസ് സ്റ്റേഷൻ കത്തിക്കും എന്ന് പറഞ്ഞാൽ കത്തുവൊന്നുമില്ല എന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ കത്തിക്കുമെന്ന് പറഞ്ഞാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വേറെ എന്താ പോകാൻ വഴി? പോലീസിനെ സംബന്ധിച്ച് കേസെടുക്കലാണ് നിവൃത്തി. അതും കലാപാഹ്വാനം. കോടിയേരി ബാലകൃഷ്ണൻ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് പ്രസംഗിച്ചാണ് അന്ന് കേസെടുത്തിട്ടില്ല. കലാപാഹ്വാനമാണോ എന്ന് ചെറിയ പനിക്കുള്ള ഒരു വകുപ്പ്, പനി നമുക്ക് ഇക്കാര്യത്തിൽ വിശാല മനസ്ഥിതി വേണം. ഈ കലാപാഹ്വാനത്തിൽ കേസെടുക്കുന്ന പോലെ അങ്ങനെ വേണം. നമ്മളെന്തായാലും ആ വിഷയത്തിൽ നമ്മുടെ വോട്ടിംഗ് യന്ത്രം കൃത്യമായി പ്രവർത്തിച്ചു എന്നതിന്റെ സൂചനയാണ്. എന്റെ വോട്ടിംഗ് യന്ത്രം ഒട്ടും കൃത്രിമമല്ല. ഒരു കാര്യം വോട്ടിംഗ് യന്ത്രം ഒട്ടും കൃത്രിമമല്ല. പക്ഷേ BJP-ക്കാർ ഈ രാജ്യത്ത് പക്ഷേ എം വി നികേഷ് കുമാർ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. വോട്ടിംഗ് യന്ത്രത്തിനല്ല പ്രശ്നം, വോട്ടിംഗിനാണ് പ്രശ്നം. വോട്ടിംഗ് യന്ത്രത്തിനെ കുറിച്ച് ഒരു ചർച്ചക്കുണ്ടോ? ഞാൻ ചർച്ചയ്ക്കുണ്ട്. അടുത്ത ദിവസം 1 മണിക്കൂർ വെക്കും. എങ്ങനെയാണ് വോട്ടിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്ന ദിവസം ഈ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായിരിക്കും. അപ്പൊ കേരളത്തിലോ? കേരളത്തിൽ
കേരളത്തിൽ പറ്റില്ല. കേരളത്തിൽ ഈ നമ്മൾ നിൽക്കുന്നത് കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ. കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ എത്ര വോട്ടിന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് എന്നെയും അരുണിനെയും കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് ഇവിടുത്തെ വോട്ടർമാര്, സാധാരണ വോട്ടർമാര്. അവിടെ ഒന്നും നിങ്ങൾക്ക് വോട്ടിംഗ് മെഷീനിൽ കൃത്രിമുണ്ടാക്കാൻ കഴിയില്ല. അതേസമയം ഉത്തർപ്രദേശിൽ സാധിക്കും. അതേസമയം ഹിന്ദി സ്റ്റേറ്റ് രാജസ്ഥാനെ പറ്റിയില്ലല്ലോ. എന്തേ കഴിഞ്ഞ രാജസ്ഥാനെ പറ്റിയില്ലല്ലോ? അല്ല, പറ്റണം. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് ചെയ്യണം, നിർബന്ധമില്ല. അല്ലാതെ കോൺസ്പിറസി തിയറി അല്ല. നിങ്ങൾ നോക്കിക്കോളൂ, 2024 ലോക്സഭ പ്രൂഫിന് എന്താ വെച്ചാൽ നിങ്ങൾക്ക് സൗണ്ട് പ്രൂഫ് ഉള്ള എന്ത് കാര്യമായി ഇന്ന് ഈ രാജ്യത്ത് ലഭ്യമാകും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കമ്മീഷണർമാരെയും ചീഫ് ഇലക്ഷൻ കമ്മീഷനെയും നിശ്ചയിക്കാൻ ഇലക്ഷൻ കമ്മീഷണർ പൊളിറ്റിക്കൽ അല്ലാതെ ഇലക്ഷൻ കമ്മീഷണർമാരെയും ഇലക്ഷൻ കമ്മീഷനെയും നിശ്ചയിക്കുന്ന സുപ്രീം കോടതി നിശ്ചയിച്ച ഒരു സമിതിയെ നിങ്ങൾ എന്തിനാണ് പാർലമെന്റിൽ കൊണ്ടുപോയി അമെന്റ് ചെയ്യുന്നത്? ഗവർണറുടെ അവകാശങ്ങൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നത് പ്രധാനമന്ത്രി, സ്പീക്കർ, മന്ത്രി എന്നുള്ള നിലയിലേക്ക് അതിനെ കൊണ്ടുവരുന്ന കാര്യം എന്താ? എന്തുകൊണ്ട് നിങ്ങൾക്ക് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അതിലെനിക്ക് തർക്കമില്ല നികേഷ് കുമാർ. പക്ഷേ നമ്മുടെ മുന്നിൽ ആകെ ഒരു ജനാധിപത്യത്തിന്റെ പ്രതീക്ഷ എന്ന വണ്ണം നിൽക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ സംശയം ആധികാരികമായി അവതരിപ്പിക്കുന്നതിന് അവതരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷൻ വിളിച്ചു ചേർത്ത യോഗത്തില് എനിക്കിപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കയ്യിൽ ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കണം എന്ന ആവശ്യം അന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചില്ല. കഴിയില്ല എന്നാണ് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. ആം ആദ്മി പാർട്ടി ഉയർത്തിയ വിഷയം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ ആം ആദ്മി പാർട്ടി അല്ല ഇത് ആദ്യം ഉന്നയിച്ചത്. രണ്ടാമത് ഉന്നയിക്കുന്നു, അതിനുശേഷം ആം ആദ്മി പാർട്ടി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ ആം ആദ്മി പാർട്ടി ഒന്നും ഒരു ക്രെഡിബിൾ പാർട്ടി ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായം BJP-യേക്കാളും മോശം അഭിപ്രായം. വേറെ കാര്യം. അപ്പൊ നമുക്ക് എന്റെ ആവശ്യം ആ വിഷയം മാത്രമേ ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ആരാ സാങ്കേതിക വിദഗ്ധൻ? Meet the editors.